ഈ ഒരു സ്വലാത്ത് ചൊല്ലി കിടന്നപ്പോൾ ഒരു രാത്രിയിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്റെ കിനാവിൽ വന്നു. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആവോളം എനിക്ക് കാണാൻ സാധിച്ചു. ചന്ദ്രനിലാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൂമുഖം, അവിടുത്തെ തിരുമുഖം ദൃശ്യമായത്. ഞാൻ അങ്ങനെ ആവോളം കണ്ട് ആസ്വദിച്ചിരിക്കുന്നതിനിടയിൽ എനിക്ക് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സംസാരിക്കാനും സാധ്യമായി. ഞാൻ സംസാരിച്ചിരുന്നു. കുറച്ചധികം സമയം കഴിഞ്ഞപ്പോൾ ആ ചന്ദ്രനിൽ കണ്ടിരുന്ന ഹബീബായ തങ്ങളുടെ മുഖം അദൃശ്യമായി, അത് അപ്രത്യക്ഷമായി. എനിക്ക് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ സാധ്യമായ സ്വലാത്ത് ഏതാണെന്ന് ആ വലിയ മഹാൻ നമ്മെ പരിചയപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. ഇതൊരു ഇമാമ് കണ്ടതാണ്, ഒരു വലിയ മഹാനാണ്. നിങ്ങൾക്കൊക്കെ ഒരു പക്ഷേ ആ ഇമാമിന്റെ ആ വലിയ മഹാന്റെ പേരറിയായിരിക്കാം. ഇൻഷാ അല്ലാഹ് ആ വലിയ മഹാന് ആ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൂമുഖം ദൃശ്യമാകാൻ കാരണമായ ആ ഒരു സ്വലാത്തിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് നമുക്കും ഇതുപോലെ മുത്തുനബി തങ്ങളെ കാണാൻ സാധ്യമാകും. മുത്തുനബി തങ്ങളുടെ ആ പൂമുഖം ആവോളം കണ്ടിരിക്കാനും കഴിയും. ഹബീബായ തങ്ങൾ നമ്മുടെ മനാമിലും നമ്മുടെ കിനാവിലും നമ്മുടെ സ്വപ്നത്തിലും കടന്നു വരും. ഇൻഷാ അല്ലാഹ് നിങ്ങൾ പൂർണ്ണമായും ഇത് മനസ്സിലാക്കുക. ഈ സ്വലാത്ത് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പകർത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇന്നു മുതൽ ഈ സ്വലാത്തിന്റെ പദങ്ങൾ കാണാതെ പഠിച്ച് ജീവിതത്തിൽ പകർത്താൻ വേണ്ടി ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് എല്ലാ ദിവസവും നമ്മൾ സൂചിപ്പിക്കാറുള്ളത് പോലെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് എല്ലാ ചൊവ്വാഴ്ചകളിലുമാണ്. ചൊവ്വാഴ്ചകൾ എന്ന് പറയുമ്പോൾ എല്ലാ ചൊവ്വാഴ്ചകളിലും ഇല്ല, ഉള്ളത് ചൊവ്വാഴ്ചകളിലാണ്. ഈ വരുന്ന ചൊവ്വാഴ്ച കാണാനുള്ള അവസരം കൺസൾട്ടിംഗ് ഉണ്ട്. അതുകൊണ്ട് തന്നെ വരാൻ വേണ്ടി ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച 10 മണിക്ക് ശേഷം മാത്രമാണ്. ഞായറാഴ്ച 10 മണിക്ക് ശേഷം ബുക്ക് ചെയ്യുന്ന ആളുകൾക്കാണ് ഇൻഷാ അല്ലാഹ് ചൊവ്വാഴ്ച കാണാൻ വേണ്ടി സാധിക്കുക. അപ്പൊ കൃത്യമായി സമയം പാലിച്ച് മാത്രം വിളിക്കുക. ഒരുപാട് ആളുകൾ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്നൊക്കെ പറയുന്നത് സമയം പാലിച്ച് വിളിക്കാത്തത് കൊണ്ടാണ് എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. ഇപ്പോഴും ഫോണിൽ കോളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കത് അറ്റൻഡ് ചെയ്യാൻ സാധിക്കൂല. നമ്മൾ ഒരുപാട് തിരക്കുകൾക്കിടയിലാണ്. ദർസുകൾക്ക് ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട്, സബക്കുകൾ എടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഒരുപാട് ഉത്തരവാദിത്വങ്ങളുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് വീണ് കിട്ടുന്ന സമയങ്ങൾ മാത്രമാണ് ഇത്തരം അവസരങ്ങൾക്ക് ഉപയോഗപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ദർസിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷവും നമ്മൾ ഇതേപോലെ അപ്ഡേഷൻ അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഈ വർഷവും അറിയിക്കുകയാണ്. നമ്മുടെ മക്കൾക്കൊക്കെ സ്കൂളിലെ ആനുവൽ എക്സാം കഴിഞ്ഞ് അവർ പുതിയ അധ്യയന വർഷത്തിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ ആത്മീയാന്തരീക്ഷത്തിൽ ദീനീ ചിട്ടയിൽ നല്ല മക്കളെ വളർത്തണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് നമ്മുടെ ദർസിലേക്ക് ചേർക്കാവുന്നതാണ്. ഇവിടെ നിന്നവർക്ക് മതവും ഭൗതികവും അവർക്ക് ആവശ്യമുള്ള എല്ലാ വിഷയങ്ങളും അവരുടെ കഴിവിനനുസരിച്ച് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കും. തികഞ്ഞ അച്ചടക്കത്തോടുകൂടെ മാതാപിതാക്കൾ ആരാണ്, ഉമ്മയാരാണ്, ഉപ്പയാരാണെന്ന് മനസ്സിലാക്കി അറിഞ്ഞ് നല്ല രൂപത്തിൽ പെരുമാറുന്ന നല്ല സ്വഭാവമുള്ള മക്കളാക്കിയിട്ട് നമുക്ക് തിരിച്ചു തരാൻ സാധിക്കും. ഇതിനോടകം തന്നെ നമ്മുടെ ദർസിൽ പഠിക്കുന്ന മുതഅല്ലിമീങ്ങൾ വിവിധങ്ങളായ മേഖലകളിൽ കഴിവ് തെളിയിച്ചിട്ടുണ്ട്. വിവിധങ്ങളായ തലങ്ങളിൽ ഫസ്റ്റ് റാങ്ക് ഉൾപ്പെടെ നേടിയവരുണ്ട്. SSLC +2 തുടങ്ങിയ ക്ലാസ്സുകളിലൊക്കെ നല്ല മാർക്ക് വാങ്ങിച്ചവരുണ്ട്. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളെ വിശ്വാസത്തോടുകൂടെ ഏൽപ്പിച്ചു തരാവുന്നതാണ്. നമ്മുടെ ദർസിൽ പഠിക്കുന്ന മുതഅല്ലിമീങ്ങളുടെ വീഡിയോസും മറ്റുമൊക്കെ നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാകും. നല്ല മക്കളായി വളരാൻ നല്ല രൂപത്തിൽ തന്നെ അവരെ ചെറുപ്പത്തിലേ വളർത്തണം എന്നുള്ളതാണ്. ചിലപ്പോൾ നമ്മളൊക്കെ വിചാരിക്കും 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് ചേർക്കുക, അതൊക്കെയല്ല അതിൻ്റെ ഒരു ടൈം എന്ന്. അല്ല, നമ്മുടെ കാലം അങ്ങനത്തെ ഒരു കാലമാണ്. മക്കളെ നേരത്തെ ചേർത്തുമ്പോഴാണ് അവർ ആ രൂപത്തിൽ നമുക്ക് കിട്ടുള്ളൂ. 10ാം ക്ലാസ്സൊക്കെ കഴിയുമ്പോഴേക്ക് നാട്ടിലൊക്കെ ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളൊക്കെ കൂട്ടുകെട്ടൊക്കെ ആയാൽ പിന്നെ അവർ ദർസിലേക്ക് വരാൻ കൂട്ടാക്കൊന്നുമില്ല. നമ്മൾ പലപ്പോഴും കാണുന്നതാണ്. ഇപ്പോഴത്തെ ഒരു കാലം അറിയാലോ, കള്ളിനും കഞ്ചാവിനും ലഹരിക്കും മദ്യത്തിനൊക്കെ അടിമപ്പെട്ട് കുത്തഴിഞ്ഞ് ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ നല്ല രൂപത്തിൽ നല്ല ചിട്ടയിൽ നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് നാളെ നമ്മുടെ ഖബറും പുറത്ത് വന്നിട്ട് സലാം പറയുന്ന സ്വാലിഹീങ്ങളായ മക്കളാവണമെന്നല്ലേ. ഇൻഷാ അല്ലാഹ് താല്പര്യമുള്ളവർക്ക് ഈ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അഡ്മിഷൻ എന്ന് ടൈപ്പ് ചെയ്താൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് ആവശ്യമുള്ള സംശയങ്ങളൊക്കെ അതിൽ ചോദിക്കാവുന്നതാണ്. വളരെ പെട്ടെന്ന് തന്നെ അഡ്മിഷന് പേര് തരണം. നമ്മൾ നിശ്ചിത ആളുകളെ മാത്രമേ എടുക്കുള്ളൂ എന്നുള്ളത് അറിയിക്കുകയാണ്.
ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജീവിക്കുന്ന കാലത്ത് നമുക്ക് ജീവിക്കാനുള്ള അവസരമുണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് ഹബീബായ തങ്ങളോട് അങ്ങേയറ്റത്തെ ഇഷ്ക് വെക്കുന്ന ആളുകളൊക്കെ പലപ്പോഴും പാടിപ്പോയത്. ആ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പാദസ്പർശം കൊണ്ട് അനുഗ്രഹീതമായ ആ മണൽത്തരികളിൽ എനിക്കെന്റെ കവിളുകൾ വെക്കാൻ സാധിച്ചിരുന്നെങ്കിൽ, ആ മണൽത്തരികളിലൂടെ എനിക്ക് ചെരിപ്പിടാതെ നടക്കാൻ സാധിച്ചിരുന്നുവെങ്കിൽ, ആ ഹബീബായ തങ്ങളുടെ പൂമേനി കിടക്കുന്ന ആ മദീനയുടെ മണ്ണിൽ എനിക്കെത്താൻ സാധിച്ചിരുന്നുവെങ്കിൽ, ആ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിച്ചിരുന്ന കാലഘട്ടത്തിലെ ഏതോ സസ്യങ്ങളിലെ പൂക്കളിലെ ഒരു ചെറു പ്രാണിയായിരുന്നെങ്കിൽ, ആ മുത്തുനബി തങ്ങളുടെ ജിവാർ, അവിടുത്തെ സഹവാസം ലഭിക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള മനുഷ്യനാകാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചില്ലെങ്കിലും ഏതെങ്കിലും ഒരു ജീവിയാകാൻ, ഒരു പ്രാണിയാകാൻ, ഒരു ചെറു പ്രാണിയാകാനെങ്കിലും എനിക്ക് ഭാഗ്യം ലഭിച്ചിരുന്നെങ്കിൽ എന്ന് മഹത്തുക്കളൊക്കെ കൊതിച്ച് അവർ ഇഷ്കോടുകൂടെ, സ്നേഹത്തോടുകൂടെ ഈ ഭൂമികയിൽ നിന്ന് കവിതകൾ പാടിപ്പോയത്. അതുകൊണ്ടാണ് അവർക്ക് അത്രമേൽ മുത്തുനബി തങ്ങളെ സ്നേഹിക്കാൻ അത്രമേൽ സ്നേഹമായിരുന്നു അവർക്ക്. ഹബീബായ തങ്ങൾ അവിടുത്തെ ജീവിതത്തിൽ കാണിച്ചു തന്ന എല്ലാ മാതൃകകളും അവിടുത്തെ ജീവിതത്തിലേക്ക് പകർത്തിയവരായിരുന്നു അവരൊക്കെ. അതുകൊണ്ട് തന്നെ നമുക്കും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള അടങ്ങാത്ത സ്നേഹം വേണം, അടങ്ങാത്ത പ്രണയം വേണം, അനുരാഗത്തോടുകൂടെ ജീവിക്കാൻ സാധിക്കണം. ആ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് നാളെ നമുക്ക് ശഫാഅത്തിൽ തരിക. ഓരോ പ്രവാചകന്മാരുടെ സമീപത്തും ഒരു ചാൺമുകളിൽ സൂര്യൻ നിൽക്കുന്ന സമയം, ആരും ആരെയും തിരിഞ്ഞു നോക്കാത്ത സമയം, ഓരോരുത്തരും അവരവരുടെ പാപങ്ങളുടെ തോതനുസരിച്ച് വിയർപ്പിൽ മുങ്ങി നിൽക്കുന്ന മശ്റാവൻ സഭയിൽ നിൽക്കുന്ന ആ ഭീതിജനകമായ സമയത്ത് അത് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അടുക്കൽ പോകുന്നു. അങ്ങനെ എല്ലാ അംബിയാഇന്റെ അടുക്കലും പോകുന്നു. നൂഹ് നബിയുടെ അടുക്കൽ പോകുന്നുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അടുക്കൽ കലീമുല്ലാഹി മൂസ, റൂഹുല്ലാഹി ഈസ അലൈഹി സ്വലാത്തു വസ്സലാം, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള സകല അംബിയാഇന്റെയും അടുക്കൽ നമ്മൾ പോയിട്ട് ഇവിടെ നിന്നൊന്ന് രക്ഷപ്പെടുത്തി തരണം. ഈ മഹ്ശറയിൽ നിൽക്കാൻ വേണ്ടി സാധിക്കുന്നില്ല, കഠിനമായ ചൂടാണ്, ഒന്നിനും കഴിയുന്നില്ല. നരകത്തിലേക്കാണെങ്കിൽ നരകത്തിലേക്ക്, ഇവിടെ നിന്ന് രക്ഷപ്പെടുത്തി തരണം എന്ന് പറഞ്ഞിട്ട് നാം ഓരോരുത്തരോടും ശഫാഅത്ത് ചെയ്യുമ്പോൾ, റെക്കമെൻഡ് ചെയ്യുമ്പോൾ ഒരാൾക്കും നമ്മെ രക്ഷപ്പെടുത്താൻ സാധിക്കൂല. നമുക്ക് രക്ഷ നൽകുന്നത് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാത്രമാണ്. ആ ഹബീബായ തങ്ങളെ എന്റെയും നിങ്ങളുടെയും കാര്യം പറഞ്ഞ് റബ്ബിന്റെ മുമ്പിൽ സാഷ്ടാംഗത്തിൽ നിൽക്കുകയാണ്, സുജൂദിലാണ് മുത്തുനബി തങ്ങളെ എന്റെ ഉമ്മത്തിനെ രക്ഷപ്പെടുത്തണം എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ നാം ഓരോരുത്തർക്കും വേണ്ടി ശഫാഅത്ത് ചെയ്ത് നമ്മയൊക്കെ സ്വർഗത്തിലേക്ക് കടത്തൽ മുത്തുനബി തങ്ങൾ ഒരു ബാധ്യതയായി ഏറ്റെടുത്തിരിക്കുകയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ആ ഹബീബായ തങ്ങളെ അങ്ങേയറ്റം സ്നേഹിക്കണം. ഹബീബായ തങ്ങൾ പറഞ്ഞിട്ട്, എന്റെ മേൽ ഏറ്റവും കൂടുതൽ സ്വലാത്ത് ചൊല്ലുന്നവർ, അവരും ഞാനും നാളെ പരലോകത്ത് ഖിയാമത്ത് നാളിൽ എന്നെ ഏറ്റവും കൂടുതൽ ബന്ധമുള്ളത് അവരായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾക്ക് ഒരുപാട് സ്വലാത്തുകൾ ചൊല്ലുന്നതാണ്. സ്വലാത്തു ഇബ്രാഹിമിയ, സ്വലാത്തുകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠതയുള്ള സ്വലാത്ത് എന്ന് പറഞ്ഞ് മഹാന്മാർ നമ്മെ പരിചയപ്പെടുത്തിയത് സ്വലാത്തുൽ ഇബ്രാഹിമിയയാണ്. അതേപോലെ തന്നെ സ്വലാത്തുൽ ഫാത്തിഹ ചൊല്ലുന്നവരാണ്, സ്വലാത്തുൽ നാരിയ ചൊല്ലുന്നവരാണ്. അങ്ങനെ വ്യത്യസ്തങ്ങളായ സ്വലാത്തുകൾ നാം ഓരോരുത്തരും ചൊല്ലുന്നതാണ്. എന്നാൽ ഒരുപാട് സ്വലാത്തുകളുണ്ട്, ഒരുപാട് സ്വലാത്തുകളുടെ പദങ്ങൾ നമ്മുടെ ഇമാമുകൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതിൽ വ്യത്യസ്തങ്ങളായ സ്വലാത്തുകൾ നിങ്ങൾ കാണാതെ പഠിച്ചവരാണ്, പതിവാക്കുന്നവരാണ്. സ്വലാത്തുൽ ഫാത്തിഹ പതിവാക്കുന്നവരുണ്ട്, സ്വലാത്തുൽ നാരിയ പതിവാക്കുന്നവരുണ്ട്, സ്വലാത്തു തിബ്ബ് പതിവാക്കുന്നവരുണ്ട്, സ്വലാത്തുൽ ഫാത്തിമിയ പതിവാക്കുന്നവരുണ്ട്, സ്വലാത്തുൽ നൂറ്, സ്വലാത്തുൽ കമാൽ, സ്വലാത്തു സഅദ, ഇങ്ങനെ എണ്ണമില്ലാത്ത അത്രമേൽ സ്വലാത്തുകൾ നമ്മുടെ ഇമാമുകൾ നമുക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട്. നമ്മളത് ഒട്ടനവധി സ്വലാത്തുകൾ നമ്മുടെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്ന സ്വലാത്ത്, ഒരുപക്ഷെ നിങ്ങൾ ഇത് ആദ്യമായിട്ട് കേൾക്കുന്നവരായിരിക്കാം. ഇത് ആദ്യമായിട്ട് കേൾക്കുന്നവരാണെങ്കിൽ അവർ ഞാനിത് ആദ്യമായിട്ട് കേൾക്കുന്നതാണെന്ന് എഴുതി അറിയിക്കുക. മുമ്പ് ഞാനിത് കേട്ടിട്ടുണ്ട്, ഞാനിത് ചൊല്ലാറുണ്ട്, എനിക്കിത് കാണാതെ അറിയാം എന്നുള്ളവരങ്ങനെയോ അറിയിക്കൂ. ഈ ഒരു സ്വലാത്ത് അത്രമേൽ ശ്രേഷ്ഠതയുള്ള സ്വലാത്താണ്. ഞാൻ നേരത്തെ പറഞ്ഞ ആ വലിയ മഹാനാരാണെന്നറിയണോ? മഹാനരായ ഇമാം ഷഅറാനി റളിയല്ലാഹു അൻഹു റഹ്മത്തുള്ളാഹി അലൈഹി
അവരാണ് ആ മഹാന്, വലിയ മഹാനാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു എന്ന് പറഞ്ഞ് ഇമാം ഷാറാനി തങ്ങൾ രേഖപ്പെടുത്തുകയാണ്. ഈ പറയാൻ പോകുന്ന സ്വലാത്ത് ഇൻഷാ അല്ലാഹ് ഞാൻ ഡിസ്പ്ലേയിൽ കാണിക്കാം. സ്വലാത്ത് അത് ഞാൻ ഡിസ്പ്ലേയിൽ ആ സ്വലാത്ത് കാണിക്കാം, എന്നിട്ട് അതിനെക്കുറിച്ച് പറയാം എങ്ങനെയാണ് ചൊല്ലേണ്ടതെന്നുള്ളത്. اللهم صل على روح سيدنا محمد في الأرواح وعلى جسده في الأجساد وعلى قبره في القبور. കഴിഞ്ഞു സ്വലാത്തിന്റെ പദം ഇത്രേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ اللهم صل على روح سيدنا محمد في الأرواح وعلى جسده في الأجساد وعلى قبره في القبور. ഞാൻ ഈ സ്വലാത്തുമായി ബന്ധപ്പെട്ട ഈ കിതാബിൽ ഈ വിഷയം കണ്ട സ്ഥലത്ത് اللهم صل على روح محمد في الأرواح وعلى جسده في الأجساد وعلى قبره في القبور എന്ന് മാത്രമേ ഉള്ളൂ. സയ്യിദിന എന്നവിടെ കാണുന്നില്ല. പക്ഷെ ഞാനിത് അതിന്റെ കൂട്ടത്തിൽ കൂട്ടിക്കൊടുത്തതാണ് സയ്യിദിന എന്നുള്ളത്. നിങ്ങൾക്ക് രണ്ട് രൂപത്തിലും ചെയ്യാവുന്നതാണ്, ചൊല്ലാവുന്നതാണ്. ഞാൻ സെപ്പറേറ്റ് കൂട്ടിക്കൊടുത്താണ്. ഞാൻ കണ്ട കിതാബില് اللهم صل على روح محمد في الأرواح وعلى جسده في الأجساد وعلى قبره في القبور എന്ന് മാത്രമേ ഉള്ളൂ. അത് ഞാൻ അങ്ങനെ പറഞ്ഞിട്ട് തന്നെ പറഞ്ഞിരുന്നത് കിതാബിലുള്ളതുപോലെ പതിവാക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് അങ്ങനെ പതിവാക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ സാധാരണ സ്വലാത്ത് ചൊല്ലുമ്പോൾ മുഹമ്മദ് എന്ന പദത്തിന്റെ മുമ്പ് സയ്യിദിന ചേർക്കാറുണ്ട്. اللهم صل على سيدنا محمد وعلى آل سيدنا محمد കണ്ടില്ലേ? كما صليت على إبراهيم وعلى آل إبراهيم وبارك على سيدنا محمد وعلى آل سيدنا محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. നമ്മൾ സ്വലാത്ത് ഇബ്രാഹിമിയ ചൊല്ലുമ്പോൾ അവിടെ സയ്യിദിന എന്ന എല്ലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പദത്തിന്റെ മുമ്പിൽ ചേർക്കാറുണ്ട്. അതേപോലെ തന്നെ സ്വലാത്തുൽ ഫാത്തിഹിന്റെ മുമ്പിൽ മുഹമ്മദ് എന്ന പദത്തിന്റെ മുമ്പിൽ ചേർക്കാറുണ്ട്. اللهم صل على سيدنا محمد الفاتح. അവിടെ اللهم صل على محمد എന്നല്ല പറയല്, اللهم صل على سيدنا محمد الفاتح. അതേപോലെ തന്നെ ഏത് സ്വലാത്തിനും നമ്മൾ തുബ്ബുൽ സ്വലാത്ത് ചൊല്ലുമ്പോൾ اللهم صل على سيدنا محمد طب القلوب, അവിടെയും സയ്യിദിനാ മുഹമ്മദ്. اللهم صل على محمد طب القلوب എന്നല്ല നമ്മൾ ചൊല്ലാറുള്ളത് اللهم صل على سيدنا محمد طب. അപ്പോൾ ഏത് സ്വലാത്തിനും കുറച്ചു മുമ്പ് നമ്മൾ സ്വലാത്തുൽ അൻവാർ പരിചയപ്പെടുത്തിയിരുന്നു. അതും اللهم صل على سيد اللهم صل على നൂരിൽ അൻവാർ. അവിടെ പിന്നെ മുഹമ്മദ് എന്ന പദം നേരിട്ട് വരുന്നില്ല. ഇങ്ങനെ തുടങ്ങിയിട്ട് ഓരോ സ്വലാത്തുൻ നാരി اللهم صل على سيدنا اللهم صل على سيدنا محمد സ്വലാത്തുൻ നാരിയെ നമ്മൾ ചൊല്ലുമ്പോൾ اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد അവിടെ നമ്മൾ സയ്യിദിനെ ചേർക്കുന്നുണ്ട്. ഇങ്ങനെ ഏത് സ്വലാത്ത് ചൊല്ലുമ്പോൾ നമ്മൾ സയ്യിദിന എന്നുള്ള പദം ചേർക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഇവിടെയും മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന പദം എത്തിയതിന്റെ മുമ്പ് സയ്യിദിന എന്ന് ചേർത്തിയതാണ്. സാധാരണ ഇതിൽ ഈ കിതാബിൽ കാണുന്നത് اللهم صل على روح محمد في الأرواح وعلى جسده في الأجساد وعلى قبره في القبور എന്നാണ് ഇതിന്റെ പദം കാണുന്നത്. അപ്പൊ നിങ്ങൾക്ക് അതുപോലെയും പകർത്താം, ഇതേപോലെയും പകർത്താം. ഇതൊരു സ്ഥലത്ത് എഴുതി വെക്കൂ നിങ്ങൾ. ഇൻഷാ അല്ലാഹ് എഴുതി വെച്ചിട്ട് അത് നോക്കിയിട്ട് നിങ്ങൾക്ക് കാണാതെ അക്ഷരത്തെറ്റ് കൂടാതെ കാണാതെ പഠിക്കാവുന്നത്. അപ്പൊ ഇതാണ് സ്വലാത്ത്. ഇൻഷാ അല്ലാഹ് ഡിസ്പ്ലേയിൽ ഞാൻ കാണിക്കുന്നുണ്ട്. ഈ ഒരു സ്വലാത്ത് ജീവിതത്തിൽ പതിവാക്കിയിട്ട് ഇത് എപ്പോഴാണ് ചൊല്ലേണ്ടത്, എങ്ങനെയാണ് ചൊല്ലേണ്ടത്, ഇൻഷാ അല്ലാഹ് ഞാൻ അത് ആദ്യം അതിന്റെ പലർക്കും ഇതൊരു പുതിയ സ്വലാത്തായിരിക്കാം. സ്വലാത്തുൽ ഫാത്തിഹിന്റെ അർത്ഥം നമുക്കറിയാം, സ്വലാത്തുൻ നാരിയത്തിന്റെ അർത്ഥം നമുക്കറിയാം, സ്വലാത്തു തിബ്ബിന്റെ അർത്ഥം നമുക്കറിയാം, അതേപോലെ തന്നെ സ്വലാത്ത് ഇബ്രാഹിമീന്റെ അർത്ഥമൊക്കെ നമുക്കറിയാം. ഇതൊരു ആദ്യമായി നിങ്ങൾ മനസ്സിലാക്കുന്ന സ്വലാത്തായതുകൊണ്ട് ഇതിന്റെ മീനിങ് നമ്മൾ പറയണം. അല്ലാഹുമ്മ സ്വല്ലി അലാ റൂഹി മുഹമ്മദിൻ, അല്ലാഹുമ്മ സ്വല്ലി അലാ റൂഹി സയ്യിദിനാ മുഹമ്മദ്. അല്ലാഹുമ്മ എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ അറിയാം അല്ലാഹുവേ എന്നുള്ളൊരു വിളിയാണ്. അല്ലാഹുമ്മ അല്ലാഹുവേ സ്വല്ലി, നീ ഗുണങ്ങൾ ചെയ്യണേ, നീ സ്വലാത്ത് ചെയ്യണേ അലാ റൂഹി സയ്യിദിനാ മുഹമ്മദ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആത്മാവിന്റെ മേൽ, റൂഹിന്റെ മേലിലെ ഫിൽ അർവാഹ്, റൂഹുകളുടെ കൂട്ടത്തിൽ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റൂഹിന്റെ മേൽ അങ്ങ് അല്ലാഹുവേ നീ സ്വലാത്തുകൾ ചൊരിയണേ, സ്വലാത്ത് വർഷിപ്പിക്കണമേ. വഅലാ ജസദിഹി ഫിൽ അജ്സാദ്, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജസദിന്റെ മേലിൽ ഫിൽ അജ്സാദ്, അജ്സാദുകളുടെ കൂട്ടത്തിൽ. ജസദ് എന്ന് പറഞ്ഞാൽ ശരീരം, ദേഹം, ശരീരങ്ങളുടെ കൂട്ടത്തിൽ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരത്തിന്റെ മേലില്, അവിടുത്തെ തിരുമേനിയുടെ മേലില്. വഅലാ ഖബരിഹി ഫിൽ ഖുബൂർ, ഖബറുകളിൽ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബറിന്റെ മേലിൽ നീ സ്വലാത്ത് വർഷിപ്പിക്കണമേ എന്നാണ് ഇതിന്റെ അർത്ഥം. ഇമാം ഷാറാനി റഹ്മത്തുള്ളാഹി അലൈഹി, നേരത്തെ ഷാറാനി ഇമാമാണ് പറഞ്ഞത്,
വഖദ് ജറബതു ഹാദിഹി സ്വലാ ഖുബൈലൻ നൗം ഹത്താ നിംത്, ഞാൻ ഉറങ്ങുന്നത് വരെ ഞാൻ എല്ലാ ദിവസവും ഈ സ്വലാത്ത് ചൊല്ലാൻ അങ്ങ് പതിവാക്കി. അങ്ങനെ ഞാനിതങ്ങ് പതിവാക്കിയപ്പോ ഫറഅയ്തു വജ്ഹഹു ശരീഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ പൂമുഖം എനിക്ക് ദർശിക്കാൻ സാധ്യമായിരിക്കുകയാണ്. ഫി ദാഖിലിൽ ഖമർ, ഞാൻ ചന്ദ്രനിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ മനോഹരമായ മുഖം എനിക്ക് ദൃശ്യമായി എന്ന് മഹാനരായ ഷഹറാനി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു. സുമ്മ ഗാബ ഫിൽ ഖമർ, പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ ആ ദൃശ്യം അങ്ങ് അപ്രത്യക്ഷമാകുകയും ചെയ്തു. അപ്പോ മഹാനരായ ഷഹറാനി ഇമാം പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഈ സ്വലാത്ത് ആരെങ്കിലും ഒരാൾ ചൊല്ലാൻ വേണ്ടി പതിവാക്കുന്നോ ചൊല്ലുന്നുവോ അവൻ എന്നെ സ്വപ്നം കാണും. എന്നെ സ്വപ്നം കണ്ടവൻ അന്ത്യനാളിൽ എന്നെ നേരിൽ കാണും. അന്ത്യനാളിൽ എന്നെ നേരിൽ കണ്ടവനെ ഞാൻ ശുപാർശ ചെയ്യും. എന്റെ ഷഫാഅത്ത് അവനക്ക് ലഭിക്കും. എന്റെ ഷഫാഅത്ത് ലഭിച്ച എന്റെ ഷഫാഅത്ത് അന്ത്യനാളിൽ എന്നെ കണ്ടവനെ ഞാൻ ശുപാർശ ചെയ്തവർ എന്റെ ഹൗലിൽ നിന്ന് പാനം കുടിപ്പിക്കപ്പെടും. എന്റെ ഹൗലിൽ നിന്ന് കുടിപ്പിക്കപ്പെടും. നരകം അവന്റെ ശരീരത്തിനെ ഹറാമാക്കുന്നതാണ്, അള്ളാഹു വിലക്കുന്നതാണ്. എന്തെല്ലാം നേട്ടങ്ങളാണ് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു എന്ന് പറഞ്ഞ് ഷഹറാനി ഇമാം പറയുന്നു, കാന സല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ മൻ ഖാല ഹാദിഹിൽ കൈഫിയ, ആരെങ്കിലും ഈ രൂപത്തിൽ സ്വലാത്തു ചൊല്ലിയാൽ റആനി ഫീ മനാമി, അവന്റെ സ്വപ്നത്തിൽ എന്നെ അവൻ കാണുന്നതാണ്. വമൻ റആനി ഫീ മനാമി, ആരെങ്കിലും അവന്റെ സ്വപ്നത്തിൽ ആരെങ്കിലും എന്നെ കണ്ടു കഴിഞ്ഞാൽ റആനി യൗമൽ ഖിയാമ, ഖിയാമ നാളിൽ അവൻ എന്നെ കാണുന്നതാണ്. വമൻ റആനി യൗമൽ ഖിയാമ, ഖിയാമ നാളിൽ ആരെങ്കിലും എന്നെ കണ്ടാൽ ശഫാഅത്ത് ലഹു, അവന് ഞാൻ ശഫാഅത്ത് ചെയ്യുന്നതാണ്. ആരെങ്കിലും എന്റെ ശഫാഅത്ത് കിട്ടിയാലോ അവർക്ക് ഹൗലുൽ കൗസറിൽ നിന്ന് പാനം കുടിപ്പിക്കപ്പെടുന്നതാണ്. വഹറമല്ലാഹു ജസദഹു അലന്നാർ, നരകം അവന്റെ ശരീരത്തിനെ അല്ലാഹു ഹറാമാക്കുന്നതാണ് എന്ന് മഹാൻ പറഞ്ഞ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു എന്ന് മഹാനരായ ഷഹറാനി റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്. അല്ലാഹു നമുക്ക് ആ കൂട്ടത്തിൽ ഉൾപ്പെടാനുള്ള വലിയ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്നാൽ ഇത് എത്ര തവണയാണ് രാത്രി കിടന്നുറങ്ങുന്നതിന് മുമ്പ് ചൊല്ലേണ്ടത് എന്ന് മഹാനരായ ഷഹറാനി ഇമാം പറഞ്ഞിട്ടില്ല. പക്ഷേ അത് ചില കിതാബുകളിൽ അതിനെക്കുറിച്ച് 70 തവണയെങ്കിലും ഇത് കൂടുതലാക്കിയിട്ട് ചൊല്ലണം. 70 തവണ ഇത് ചൊല്ലണം. ചുരുങ്ങിയത് 70 തവണയെങ്കിലും ഇത് ചൊല്ലണം. അപ്പൊ ഇൻഷാ അല്ലാഹ് ഇത് 70 തവണ ചൊല്ലാൻ അധികം പ്രയാസമില്ല. നമുക്കൊന്ന് പരീക്ഷിച്ചു നോക്കാലോ. കാണോ എന്ന് പരീക്ഷിക്കാൻ വേണ്ടിയിട്ടല്ല ചൊല്ലേണ്ടത്, നമ്മളിത് ചൊല്ലൽ പതിവാക്കുക. അപ്പൊ നമ്മുടെ സ്വപ്നത്തിലും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരും. നമുക്ക് അതല്ലേ പ്രിയമുള്ളവരെ വേണ്ടത്. നാളെ എപ്പോഴാണ് മരണപ്പെടാന്ന് പറയാൻ പറ്റുമോ? ഏത് സന്ദർഭത്തിലാന്ന് പറ്റുമോ? ഇല്ല, പറയാൻ കഴിയൂല. മരണപ്പെട്ടു കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നമുക്ക് ശഫാഅത്ത് തരണം പ്രിയമുള്ളവരെ. അതിനാണ് ഈ സ്വലാത്ത് പതിവാക്കാൻ വേണ്ടി പറയുന്നത്. അപ്പൊ 70 തവണ ചൊല്ലണമെന്നാണ് അവരുടെ റിപ്പോർട്ടിലുള്ളത്. അങ്ങനെ ഈ സ്വലാത്ത് മഹാനരായ ഷഹറാനി ഇമാം ചൊല്ലിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചന്ദ്രനിൽ ദൃശ്യമാകുകയും ആ ദൃശ്യം അങ്ങനെ നീണ്ടു നിൽക്കുകയും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സംസാരിക്കുകയും ചെയ്തു എന്ന് കിതാബുകളിൽ കാണാൻ സാധിക്കുന്നതാണ്. അല്ലാഹു നമുക്കും അതുപോലെ ഹബീബായ തങ്ങളുടെ പൂമുഖം ദർശിക്കാനുള്ള തൗഫീഖ് നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോ ഈ സ്വലാത്ത് വളരെ ആത്മാർത്ഥമായിട്ട് ചൊല്ലുക, നല്ല നെയ്യത്തോടു കൂടെ ചൊല്ലുക. ഇത് കാണാതെ പഠിക്കുക. നൂറെ മദീനയിലെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ എല്ലാവരും ഇത് കാണാതെ പഠിച്ച് ജീവിതത്തിൽ പകർത്താൻ വേണ്ടി ശ്രമിക്കുക. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹബീബായ തങ്ങളുടെ പൂമുഖം ദർശിക്കാൻ ഇത് ആ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമായ റബീഉൽ അവ്വൽ നമ്മിലേക്ക് എത്താൻ വളരെ ചുരുങ്ങിയ സമയം, ദിവസങ്ങൾ മാത്രമാണ് പ്രിയമുള്ളവരെ ബാക്കിയുള്ളത്. ഈ സമയത്താണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ആത്മാർത്ഥമായിട്ട് മനസ്സറിഞ്ഞ് ഈ സ്വലാത്ത് ചൊല്ലാൻ വേണ്ടി പതിവാക്കുക. അല്ലാഹുമ്മ സ്വല്ലി അലാ റൂഹി സയ്യിദിനാ മുഹമ്മദിൻ ഫിൽ അർവാഹ് വഅലാ ജസദിഹി ഫിൽ അജ്സാദ് വഅലാ ഖബ്രിഹി ഫിൽ ഖുബൂർ
കാണാതെ പഠിക്കാൻ എളുപ്പമാണ്. ഇതേപോലെ ഇങ്ങനെ ഈ രൂപത്തിൽ വഖഫ് ചെയ്താൽ മതി, സ്റ്റോപ്പ് ചെയ്ത് പോയാൽ മതി. ഇങ്ങനെ അല്ലാഹുമ്മ സ്വല്ലി അലാ റൂഹി സയ്യിദിനാ മുഹമ്മദിൻ ഫിൽ അർവാഹ്, ഒരു സ്റ്റോപ്പ്. അതിന്റെ മീനിങ് അനുസരിച്ച് മാന അർത്ഥം അനുസരിച്ച് സ്റ്റോപ്പ് ചെയ്യുന്ന. വഅലാ ജസദിഹി ഫിൽ അജ്സാദ് വഅലാ ഖബ്രിഹി ഫിൽ ഖുബൂർ എന്ന് ചൊല്ലിയിട്ട് രാത്രി കിടന്നുറങ്ങാൻ കിടന്നാൽ കുറച്ചങ്ങനെ ദിവസം ഇത് പ്രാക്ടീസ് ചെയ്ത് നോക്കൂ. മഹാന്മാര് അതിനെക്കുറിച്ച് കൃത്യമായിട്ട് പറയുന്നുണ്ട്. വഖദ് ജറബ്തു ഹാദിഹി സ്വലാത്ത ഖുബൈല നൗം ഹത്താ നിംത്, ഞാൻ ഉറങ്ങുന്നത് വരെ എല്ലാ ദിവസവും ഇത് ചൊല്ലാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നോക്കും. ചൊല്ലുമ്പോൾ എൻ്റെ സ്വപ്നത്തിൽ, എൻ്റെ കിനാവിൽ എൻ്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എനിക്ക് ദൃശ്യമാകും. അല്ലാഹുവേ, ഞങ്ങൾക്കും അതിനുള്ള വലിയ വഴികൾ നീ തുറന്നു തരണം അല്ലാഹ്. സ്വലാത്തുകൾ ഏത് വിഷയങ്ങൾക്കും പരിഹാരമാണ് പ്രിയമുള്ളവരെ. സ്വലാത്തുകളെ കൊണ്ട് മാറാത്ത രോഗങ്ങളില്ല, സ്വലാത്തുകളെ കൊണ്ട് തീരാത്ത കടങ്ങളില്ല, സ്വലാത്തുകളെ കൊണ്ട് പരിഹരിക്കപ്പെടാത്ത ഒരു പ്രതിസന്ധികളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഇല്ല. പക്ഷേ ആത്മാർത്ഥമായിട്ട് നമ്മുടെ വിഷയങ്ങള് അത് അല്ലാഹുവിനോട് പറഞ്ഞ് നന്നായിട്ട് മുത്തുനബി തങ്ങളുടെ മേലില് അങ്ങനെ ആത്മാർത്ഥമായിട്ട് നമ്മൾ സ്വലാത്ത് ചൊല്ലിയാൽ പരിഹരിക്കപ്പെടുമെന്നുള്ളത് തീർച്ചയാണ്. മനസ്സറിഞ്ഞ് ചെയ്തു. അതുകൊണ്ടാണല്ലോ പഴയകാല ഉമ്മമാരും ഉപ്പമാരൊക്കെ എന്തെങ്കിലും ഒരു പ്രതിസന്ധി വരുമ്പോ നമ്മുടെ വീട്ടില് നമ്മുടെ പ്രിയപ്പെട്ട മകൾക്ക് എന്തെങ്കിലും ഹാർട്ടിന് ഹോൾസ് ഉണ്ടെന്ന് പറയുമ്പോ, കിഡ്നി ഫെയിൽ ആയിട്ടുണ്ടെന്ന് പറയുമ്പോ, അടുത്ത ആഴ്ച ഒരു ചെക്കിംഗ് ഉണ്ടെന്ന് പറയുമ്പോ, ഇങ്ങനെ എന്തെങ്കിലും ഒരു സങ്കീർണമായ വിഷയം നമ്മുടെ കുടുംബത്തിലുള്ള ആർക്കെങ്കിലുമൊക്കെ പഴയ കാലങ്ങളിൽ സംഭവിക്കുമ്പോ അവരൊക്കെ എന്താ ചെയ്യാറുള്ളതെന്ന് വെച്ചാൽ, നമ്മുടെ മുമ്പേ കടന്നുപോയ ഉപ്പമാരും ഉമ്മമാരൊക്കെ പള്ളിയിലുള്ള ഉസ്താദിനെ അവരുടെ ആണുങ്ങളോട് കാണാൻ വേണ്ടി പറയും. അങ്ങനെ കാണാൻ വേണ്ടി പറഞ്ഞിട്ട് ഒരു 4444 സ്വലാത്ത് ചെല്ലാൻ വേണ്ടിയിട്ട് പള്ളിയിലെ മുത്താലിമീങ്ങളെ കൂട്ടിയിട്ട്, ദർസിലെ കുട്ടികളെ കൂട്ടിയിട്ടൊന്ന് വരണം എന്ന് പറയും. അല്ലെങ്കിൽ മദ്രസയിലെ ഉസ്താദുമാരെ കൂട്ടിയിട്ടൊന്ന് വരണം എന്ന് പറയും. അങ്ങനെ കൂടിയിട്ട് എല്ലാവരും കൂടെ കൂടിയിട്ട് കൃത്യമായിട്ട് ആത്മാർത്ഥമായിട്ട് 4444 നാരിയത്ത് സ്വലാത്ത് അങ്ങ് ചൊല്ലും. എന്താ ഇതൊക്കെ പഴയ കാലം മുതൽ എങ്ങനെ നടപ്പാക്കി പോരുന്നത്? അത് ഫലം കിട്ടിയത് കൊണ്ടാണ് പ്രിയമുള്ളവരെ, റിസൾട്ട് കിട്ടിയത് കൊണ്ടാണ്. ഇന്ന് 4444 നാരിയത്ത് സ്വലാത്ത് നേർച്ചയാക്കുന്ന ആളുകളുടെ എണ്ണം കുറഞ്ഞില്ലേ? ഇല്ല എന്ന് പറയല്ല, ഇപ്പോഴും ഒരുപാട് ഉമ്മമാരെങ്ങനെ ചെയ്യുന്നുണ്ട്. ഈ അടുത്തും ഈ വിനീതൻ ഒരു സ്വലാത്തിന്റെ 4444 സ്വലാത്ത് ചൊല്ലാൻ വേണ്ടിയിട്ട് ഒരാളെ ഏൽപ്പിക്കുകയുണ്ടായി. നമ്മുടെ ദർസിലെ മുത്താലിമീങ്ങളെ കൂട്ടിയിട്ട് അത് ചൊല്ലി തീർക്കുകയും ചെയ്തു. അങ്ങനെ ഇപ്പോഴും ഏൽപ്പിക്കുന്നവരുണ്ട്, ചൊല്ലുന്നവരുണ്ട്, ചൊല്ലാൻ വേണ്ടി തീരുമാനിക്കുന്നവരുണ്ട്. പക്ഷേ ഗണ്യമായിട്ട് അതിന്റെ എണ്ണം കുറഞ്ഞു എന്നുള്ളതാണ്. സ്വലാത്ത് കൊണ്ട് പരിഹരിക്കപ്പെടാത്ത പ്രശ്നങ്ങളില്ല. ഇത് മുത്തുനബി തങ്ങളുടെ നാക്കുകൊണ്ട് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അധരങ്ങളിൽ നിന്ന് ഉതിർന്നു വീണ വാക്കുകളിൽ ഇത് കാണാൻ സാധിക്കും. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബായ തങ്ങളുടെ മേലിൽ ധാരാളം സ്വലാത്തുകൾ ചൊല്ലാമെന്ന് മഹാനരായ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു മനസ്സ് തുറന്നങ്ങ് പറഞ്ഞപ്പോ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞത് നമുക്കറിയാം. അങ്ങനെ നീ സ്വലാത്ത് ചൊല്ലാൻ വേണ്ടി തീരുമാനിച്ചാൽ ഇദൻ യക്ഫീക ഹമ്മുദ് ദുനിയാ വഹമ്മുൽ ആഖിറ, നിന്റെ ദുനിയാവിലെയും ആഖിറത്തിലെയും സകല പ്രശ്നങ്ങളും അതുകൊണ്ട് തീരുമെന്ന് മുത്തുനബി തങ്ങളുടെ നാക്ക് കൊണ്ട് പറഞ്ഞതാണ്. വമാ യന്തിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹാ. ആ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന ഒന്നും വൃഥാവിൽ പറയുന്നതല്ല, വെറുതെ പറയുന്നതല്ല. അല്ലാഹു പറയുന്നതാണ്, അല്ലാഹുവിന്റെ ഓർഡർ പ്രകാരം പറയുന്നതാണ്, അല്ലാഹുവിന്റെ വഹ്യ് പ്രകാരം പറയുന്നതാണ്. അല്ലാതെ മുത്തുനബി തങ്ങൾ അവിടുത്തെ നാക്കുകൾ ചലിപ്പിക്കുന്നില്ല. അപ്പൊ ഹബീബായ തങ്ങളുടെ വാക്കിന്റെ സാക്ഷാത്കാരമാണ് സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്ത് പ്രതിസന്ധികളെ തൊട്ട് രക്ഷപ്പെടാൻ തീവേഗത്തിൽ നമുക്ക് റിസൾട്ട് കിട്ടുന്ന സ്വലാത്തുന്നാരിയ ഒരു വലിയ മഹാൻ 4444 തവണ എന്നതിനെ കുറിച്ച് പറഞ്ഞപ്പോ നമ്മളതൊക്കെ ഏറ്റെടുത്ത് ചൊല്ലാൻ വേണ്ടി തീരുമാനിച്ചു. എല്ലാ വിഷയത്തിലും അങ്ങനെ തന്നെയാണ്. സ്വലാത്ത് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു സന്ദർഭവുമില്ല. നിങ്ങൾ നോക്കൂ, നിങ്ങൾ ഏത് വിഷയങ്ങളെടുത്ത് നോക്കൂ. വാങ്ങ് കൊടുക്കുന്ന സമയത്ത് സ്വലാത്ത് ചൊല്ലിയിട്ടാണ് തുടങ്ങുക. നിസ്കാരത്തിൽ സ്വലാത്തില്ലേ? സ്വലാത്തുമില്ല. നിസ്കാരത്തിൽ സ്വലാത്ത് ചൊല്ലൽ നിർബന്ധമല്ലേ? നിസ്കാരത്തിൽ സ്വലാത്ത് ചൊല്ലൽ നിർബന്ധമാണ്. ഖുതുബയിൽ സ്വലാത്തില്ലേ? ഖുതുബയിൽ സ്വലാത്തുണ്ട്. ഒരാൾ നിക്കാഹ് കർമ്മം നിർവഹിക്കണം,
നിക്കാഹ് കർമ്മം നിർവഹിക്കുന്ന സമയത്ത് സ്വലാത്ത് ചൊല്ലിയിട്ടല്ലേ തുടങ്ങുന്നത്. ഏത് വിഷയങ്ങൾക്കാണ് പ്രിയമുള്ളവരെ സ്വലാത്തില്ലാത്തത്? സ്വലാത്ത് ഏത് വിഷയങ്ങളുടെയും തുടക്കത്തിൽ ചൊല്ലുമ്പോൾ അതിന് വലിയ ബറക്കത്തുണ്ടാകും. ഇന്ന് ലോകത്ത് രചിക്കപ്പെട്ട ഏത് അറബി ഗ്രന്ഥങ്ങൾ എടുത്തു നോക്കിയിട്ടുണ്ടോ? ആ അറബി ഗ്രന്ഥങ്ങളുടെ തുടക്കത്തിലും സ്വലാത്ത് കൊണ്ട് തുടങ്ങപ്പെടാത്ത ഒരു ഗ്രന്ഥവും കാണാൻ സാധിക്കുകയില്ല. അതങ്ങനെയാണ്. അതിൽ വലിയ ബറക്കത്തുണ്ട്. ഏത് വിഷയത്തിലും സ്വലാത്തുണ്ട്. സ്വലാത്തില്ലാത്തൊരു വിഷയവുമില്ല പ്രിയമുള്ളവരെ. അതുകൊണ്ട് സ്വലാത്ത് നന്നായിട്ട് ചൊല്ലുക. ഹബീബായ തങ്ങളുടെ മാസമാണ്. ആ മാസത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ആ ഹബീബായ തങ്ങൾ സന്തോഷിക്കണം പ്രിയമുള്ളവരെ. ഹബീബായ തങ്ങള് അങ്ങകലെ മദീന മുനവ്വറയിലിരുന്ന് ഞാൻ ഈ പറയുന്നതും നിങ്ങൾ ഈ കേൾക്കുന്നതും നമ്മൾ ഈ ഇടപെടുന്നതൊക്കെ മുത്തുനബി തങ്ങൾ കാണുന്നുണ്ടോ? മുത്തുനബി തങ്ങൾ അറിയുന്നുണ്ടോ? അതെ, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആ മദീന മുനവ്വറയിൽ ആ പച്ചക്കുബ്ബയുടെ ഖുബ്ബത്തുൽ ഖളറായിന്റെ താഴെ ഇരുന്ന് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ കേൾക്കുന്നുണ്ട്. നമ്മുടെ അമലുകൾ ഹബീബായ തങ്ങൾ അറിയുന്നുണ്ട്. ഹബീബായ തങ്ങളിലേക്ക് വെളിവാക്കി കൊടുക്കുന്നുണ്ട്. ഇത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്. ജീവിതത്തിൽ ഇന്ന് വരെ സത്യത്തിനെതിരെ പറയാൻ നാക്ക് വളച്ചിട്ടില്ലാത്ത ഹബീബായ തങ്ങൾ പറയുകയാണ്, നിങ്ങൾ ചെയ്യുന്ന ഓരോ അമലുകളും എന്റെ മേൽ വെളിവാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. എന്റെ മേൽ വെളിവാക്കപ്പെടുന്നുണ്ട്. ഞാനത് അറിയുന്നുണ്ട്. ഞാനിത് പറഞ്ഞപ്പോ നിങ്ങൾ ഈ സ്വലാത്ത് ഒരു തവണയെങ്കിലും ചൊല്ലിയില്ലേ? ഈ ചൊല്ലിയപ്പോ ഫാത്തിമ എന്ന് പറയുന്ന ഉമ്മ, ഹാജർ എന്ന് പറയുന്ന ഉമ്മ, നഫീസ എന്ന് പറയുന്ന ഉമ്മ, അബൂബക്കർ എന്ന് പറയുന്ന ഉപ്പ, മുഹമ്മദ് എന്ന് പറയുന്ന ഉപ്പ, അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന ഉപ്പ, നിങ്ങൾ ഈ ചൊല്ലിയതൊക്കെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് എത്തുന്നുണ്ട്, വെളിവാക്കപ്പെടുന്നുണ്ട് എന്ന് മുത്തുനബി തങ്ങളാണ് പറയുന്നത്. അങ്ങനെ എന്റെ മേലെ ഓരോ പ്രവർത്തനങ്ങളും നിങ്ങൾ ചെയ്യുന്ന എല്ലാം ഞാൻ അറിയുന്നുണ്ട്, ഞാൻ കാണുന്നുണ്ട്, എന്റെ മേൽ വെളിവാക്കുന്നുണ്ട്. അങ്ങനെ ഫഇൻ റഅയ്തു ഖൈറൻ, ഞാൻ വല്ല നന്മയും കാണുകയാണെങ്കിൽ ഹമീദുല്ലാഹ്, ഞാൻ അല്ലാഹുവിനോട് സ്തുതിക്കും. എന്റെ ഉമ്മത്ത് ഇന്നാലിന്ന വ്യക്തി ഇന്നാലിന്ന വീട്ടിലിരുന്ന് ഒരു നല്ല പ്രവർത്തനം ചെയ്തിരിക്കുകയാണ്, അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞ് ഹബീബായ തങ്ങൾ സ്തുതിക്കും എന്ന് ഹദീസിൽ കാണാൻ സാധിക്കും. ഫഇൻ റഅയ്തു ഗൈറ ദാലിക്, നല്ലതല്ലാത്ത വല്ലതും കാണുകയാണെങ്കിൽ നീ ആരുടെയോ കുറ്റം പറയാൻ വേണ്ടിയിരിക്കുകയാണ്. അപ്പുറത്തെ വീട്ടിൽ അവരുടെ കുറ്റം പറയാന്, അപ്പുറത്തെ അയൽവാസിയുടെ കുറ്റം പറയാന്, അല്ലെങ്കിൽ നീ കളവ് പറയാനിരിക്കുകയാണ്, നീ തെറ്റുകൾ ചെയ്യാനിരിക്കുകയാണ്, നീ ഏകാന്തമായി ഹറാമ് കാണാൻ വേണ്ടി നിൽക്കുകയാണ്, ഹറാമിന്റെ ബന്ധങ്ങളിൽ മറ്റുള്ളവരോട് ചാറ്റിംഗിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. എന്നാൽ അതും മുത്തുനബി തങ്ങൾ അറിയുന്നുണ്ട്. അങ്ങനെ നല്ലതല്ലാത്ത വല്ലതും ഞാൻ കാണുകയാണെങ്കിൽ ഹബീബായ തങ്ങൾ പറയാണ്, ഫഇൻ റഅയ്തു ഗൈറ ദാലിക്, എനിക്ക് ഓരോ അമലുകളും ഇങ്ങനെ കാണിക്കപ്പെടുമ്പോ ഞാൻ നല്ലത് കാണുമ്പോൾ അല്ലാഹുവിനെ സ്തുതിക്കും, നല്ലതല്ലാത്തത് വല്ലതും എന്റെ ശ്രദ്ധയിൽ എന്റെ ഉമ്മത്തിന്റെ ഭാഗത്ത് നിന്ന് കാണുകയാണെങ്കിൽ ഇസ്തഗ്ഫർതു ലക്കും, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പൊറുക്കലിനെ ചോദിക്കുന്നുണ്ടെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ആ ഹബീബായ തങ്ങൾ എത്രമേൽ നമ്മെ സ്നേഹിക്കുന്നുണ്ട്. ആ ഹബീബായ തങ്ങളോട് അടങ്ങാത്ത സ്നേഹം നമുക്കുണ്ടാകണം. അതിനെ സ്വലാത്ത് വേണം. ഹബീബായ തങ്ങളുടെ സ്നേഹത്തിന്റെ ആ ഒരു തോത് മനസ്സിലാക്കാൻ ഈ ഒരു ഹദീസിന്റെ പദങ്ങൾ തന്നെ ശ്രദ്ധിച്ചാൽ മതി. സാധാരണ ഖൈർ എന്ന് പറഞ്ഞാൽ അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന പദം ഏതാണ് പ്രിയമുള്ളവരെ? ഷർറ് എന്ന പദമല്ലേ? ഖൈറും ഷർറും എന്നല്ലേ നമ്മൾ പറയാറുള്ളത്. നബിതങ്ങളെ ഞാൻ നല്ലത് വല്ലതും കാണുകയാണെങ്കിൽ ഫഇൻ റഅയ്തു ഖൈറൻ, നല്ലത് വല്ലതും കാണുകയാണെങ്കിൽ എന്ന് പറഞ്ഞിട്ട് പിന്നീട് പറയേണ്ടത് വഇൻ റഅയ്തു ഷർറൻ എന്നാണ്. ചീത്ത വല്ലതും കാണുകയാണെങ്കിൽ അവിടെ നബിതങ്ങൾ സൂക്ഷിച്ചു. എന്റെ ഉമ്മത്തിന്റെ ഭാഗത്ത് നിന്ന് ഷർറ്, അത് അങ്ങനെ പറയാൻ പറ്റില്ല. നല്ലതല്ലാത്തത് വഇൻ റഅയ്തു ഗൈറ ദാലിക, അതല്ലാത്തത് ഖൈറല്ലാത്തത് വല്ലതും കാണുകയാണെങ്കിൽ എന്തൊരു പ്രയോഗമാണ് പ്രിയമുള്ളവരെ. അതുകൊണ്ട് ഈ സ്വലാത്ത് 70 തവണ രാത്രി കിടക്കാൻ നേരത്ത് ചൊല്ലാൻ വേണ്ടി തീരുമാനിച്ചവർ താഴെ എഴുതി അറിയിക്കൂ. അല്ലാഹുവേ നീ വലിയ ബറക്കത്ത് നൽകണം അല്ലാഹ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മനാമിൽ കാണാൻ, അവിടുത്തെ കിനാവിൽ കാണാൻ സാധുക്കളായ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണം അല്ലാഹ്. ഈ സ്വലാത്ത് ഇന്നു മുതൽ ചൊല്ലാൻ വേണ്ടി തീരുമാനിച്ച് പുതിയതായി അറിവ് ലഭിച്ച ആളുകളുണ്ട്, ചൊല്ലൽ പതിവാക്കിയവരുണ്ട്. അല്ലാഹുവേ എല്ലാവർക്കും നീ അതിനുള്ള തൗഫീഖ് നൽകണം അല്ലാഹ്. എല്ലാവരും ദുആ ചെയ്യണം. ഒരാവർത്തി കൂടെ ഓർമ്മപ്പെടുത്തുകയാണ്, നേരിട്ട് കാണാനുള്ള ഡേറ്റ് എല്ലാ ചൊവ്വാഴ്ചകളിലുമാണ്. ഞായറാഴ്ച 10 മണിക്ക് ശേഷം വിളിച്ച് ബുക്ക് ചെയ്തിട്ടാണ് വരേണ്ടതെന്ന് ഓർമ്മപ്പെടുത്തണം. അതേപോലെ തന്നെ നമ്മുടെ നൂറെ മദീനയുടെ
മജ്ലിസിൽ നിങ്ങളെല്ലാവരും പങ്കെടുക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇൻഷാ അല്ലാഹ് എല്ലാവരും ദുആ ചെയ്യണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.